ഒരാളുടെ വാക്കുകൾക്ക് വ്യക്തതയും ശക്തിയും ഉണ്ടാവണമെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള വികാരങ്ങളും ചിന്തകളും അടങ്ങിയിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഉള്ളിലുള്ള ആ ഒരു ശാന്തി അനുഭവിക്കാൻ കഴിയുന്നതാണ്. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഒരാൾ അങ്ങയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങ് കുറച്ച് സമയമെടുത്താണ് ഉത്തരം നൽകുന്നത്. ഒരു ഉത്തരം നൽകാൻ ഇത്രയും സമയം എടുക്കണോ? ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങളെ ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ നേരിയ ശബ്ദമുണ്ട്. അത് അടങ്ങുന്നത് വരെ ഞാൻ കാത്തിരിക്കുകയാണ്. ആ ശബ്ദം പൂർണ്ണമായിട്ടും അടങ്ങിക്കഴിഞ്ഞാൽ ആ ഒഴിഞ്ഞ ഇടത്ത് നിന്ന് ഞാൻ ഉത്തരം നൽകുമ്പോൾ അത് കേൾവിക്കാരനെ സമാധാനപ്പെടുത്തും. ഒരാൾ അയാളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പാണ് സംസാരിക്കുന്നത്. ഉള്ളിലെ മൗനത്തിൽ അലിഞ്ഞു ചേർന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ വാക്കുകൾക്ക് വ്യക്തതയുണ്ട്, ശക്തിയുണ്ട്. മൗനം എന്ന് പറയുന്നത് സ്വയം പഠിക്കാനുള്ള ഒരു പാഠമാണ്. നമുക്ക് നമ്മളെ ആഴത്തിൽ നിരീക്ഷിക്കാനുള്ള ഒരു ഉപകരണമാണ്. അങ്ങനെ നമ്മൾ ആഴത്തിൽ നമ്മെ നിരീക്ഷിക്കുമ്പോൾ, ഉള്ളത്ര കണ്ട് ഒഴിയുമ്പോൾ, അവിടെ മൗനത്തിൽ നമ്മൾ അലിഞ്ഞു ചേരുമ്പോൾ അലൗകികമായിട്ടുള്ള ഒരു സ്വരം നമുക്ക് കേൾക്കാനും അനുഭവിക്കാനും സാധിക്കും. മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ചിന്തകളാണ്. സ്വാഭാവികമായിട്ടും ചിന്തകൾ വരും. ആ ചിന്തകൾ ഇല്ലാതിരിക്കലല്ല മൗനം എന്ന് പറയുന്നത്. ആ ചിന്തകളുടെ ശക്തി കുറയ്ക്കുക. ചിന്തകളുടെ ശക്തി കുറയുന്ന സമയത്ത് നമുക്ക് ശാന്തി അനുഭവിക്കാൻ കഴിയുകയും അങ്ങനെ ആ ശാന്തിയിൽ ലയിച്ചുകൊണ്ട് എത്ര വലിയ ശബ്ദങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ആ ശബ്ദങ്ങളിൽ പെടാതെ നമ്മുടെ ഉള്ളിലുള്ള മൗനത്തോടൊപ്പം ശാന്തിയോടൊപ്പം നമുക്ക് ഇരിക്കാൻ കഴിയും, അതിലലിയാൻ കഴിയും. ആ അലിഞ്ഞു ചേരലാണ് ഒന്നിനോടും ഒട്ടലില്ലാതെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അമൂല്യമായിട്ടുള്ള ഒന്നാണത്. അങ്ങനെ അത് അനുഭവിക്കാനും ആ സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ